ഫാറൂഖാബാദ് അക്ഷരവെളിച്ചത്തിന്റെ പൊൻപ്രഭയിൽ വിളങ്ങി നിൽക്കുന്ന അനുഗ്രഹീത ഭൂമി. മഹാരഥന്മാരുടെ ദീർഘവീക്ഷണവും ദൈക്ഷണിക നിലപാടുകളും കൊണ്ട് സമ്പന്നമായ ഈ പ്രസ്ഥാനത്തിലെ പൊൻതിളക്കമുള്ള ഒരേടാണ് ഫാറൂഖ് ALP സ്കൂൾ. ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്ക് ഈ സ്ഥാപനത്തെ കൈപിടിച്ചുയർത്തിയതിൽ ക്രാന്തദർശിയായ ഒരമരക്കാരന്റെ നിതാന്ത പരിശ്രമമുണ്ട്. ഒരു ദശാബ്ദക്കാലം പ്രധാനാധ്യാപകനായി സേവനമനുഷ്ഠിച്ച KM മുഹമ്മദ് കുട്ടി മാസ്റ്റർ. ഫറൂഖ് LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലോവർ പ്രൈമറി സ്കൂൾ എന്നാണ് അത് പറയുന്നതെങ്കിലും അതിൻ്റെ ഘടനയിലും അതിൻ്റെ പ്രവർത്തനത്തിലും അതൊരു ഹയർ സ്റ്റൈലിൽ തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. കാരണം അത്ര പുരോഗതി ഇവിടെ കൈവരിച്ചിട്ടുണ്ട്. പ്രഗത്ഭനായ അതിൻ്റെ സാരഥി മുഹമ്മദ് കുട്ടി മാസ്റ്ററുടെ കീഴിൽ ഒരു ടീം LP സ്ക്വാഡ് തന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മമ്മൂട്ടി മാഷെ പറ്റി ഒരുപാട് പറയാനുണ്ട്. മമ്മൂട്ടി മാഷ തുടക്കത്തിൽ തന്നെ KS75 മാനേജറുടെ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഞാൻ ഫാറൂഖ് ഹൈസ്കൂളിൻ്റെ UP സെക്ഷനിൽ 17/7/1989 അധ്യാപകനായിട്ട് വന്നു ചേരുന്നത്. നമ്മുടെ ഫാറൂഖ് ഹൈസ്കൂളിൻ്റെ UP സെക്ഷനിൽ ഒരു ഒഴിവുണ്ടെന്ന് പ്രിയപ്പെട്ട അഡ്വക്കറ്റ് M മുഹമ്മദ് സാഹിബ് എന്നോട് പറയുകയും ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ കാണാൻ വേണ്ടി പറഞ്ഞു. അന്ന് അസീസ് സാറിനെ കണ്ട സമയത്ത് ഇവിടെ ഇങ്ങനെ ഒഴിവൊന്നുമില്ല, 12 ആളുകളെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട അസീസ് മാസ്റ്റർ പറയുകയും ചെയ്തു. എങ്കിലും നിങ്ങളോട് മാനേജർ ഇതൊക്കെ ഇവിടെ ലെറ്റർ ഇവിടെ വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് കൊടുക്കുകയും പിന്നീട് എന്നെ ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂക്ക് ക്ഷണിക്കുകയും അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്നെ ഇവിടെ അധ്യാപകനായിട്ട് എടുക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം അവിടെ സ്കൂളുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ രാജാ ഹോസ്റ്റലിൽ ഒരു 4 വർഷം വാർഡനായി നിൽക്കുകയും ചെയ്തു. രാജാ ഹോസ്റ്റലിൽ കുറേ കാലം ഒന്നിച്ച് ട്യൂട്ടറുടെ രീതിയിൽ പ്രവർത്തിച്ചു. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഒന്നാമത് ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാനും ആ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധ്യമായത് അവിടെ മുതലാണ്. ഞാൻ അവിടെ ഹൈസ്കൂളിൻ്റെ UP സെക്ഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ടാണ് ഹെഡ് മാസ്റ്റർഷിപ്പ് ഇവിടെ വന്നത്. ബഹുമാന്യനായ വീരാങ്കോയ മാസ്റ്ററായിരുന്നു ഹെഡ് മാസ്റ്റർ. സാറ് പെട്ടെന്ന് ഇങ്ങനെ റിസൈൻ ചെയ്യുകയും അങ്ങനെ മാനേജറെ വിളിച്ച് ഇങ്ങനെ അവിടെ ഹെഡ് മാസ്റ്ററായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ സന്തോഷത്തോടു കൂടി ഞാൻ അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഏറ്റെടുത്തു. കുടുംബം എന്ന് പറയുന്നത് പിന്നെ ഞാൻ കല്യാണം കഴിച്ച കുന്നുംപുറത്തു നിന്നാണ്. ഇവിടെ കൊണ്ടോട്ടി കരിപ്പൂരടുത്ത് പിന്നെ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പിന്നെ ഭാര്യ മൈമൂനത്ത്, പിന്നെ 3 മക്കളാണ് ഉള്ളത്. ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളുമാണ് ഉള്ളത്. ഫറൂഖ് കോളേജ് ക്യാമ്പസിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാപനമായിട്ടാണ് ഞാൻ ഫറൂഖ് LP സ്കൂളിനെ കാണുന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഭൗതിക സൗകര്യങ്ങളുള്ള ഒരു LP സ്കൂളായി ഫറൂഖ് ALP സ്കൂളിനെ മാറ്റാൻ അദ്ദേഹത്തിനു സാധിച്ചു. ഈ ഞങ്ങളുടെ സ്കൂളിന് പുതിയ കെട്ടിടങ്ങളുണ്ടായി. ഞങ്ങളുടെ സ്കൂള് മുഴുവൻ ടൈല് വിരിച്ച് ഫ്ലോറൊക്കെ മനോഹരമാക്കി. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിനൊരു സ്മാർട്ട് ക്ലാസ് മുറിയുണ്ടായി. പ്രൗഢമായ ഒരു മീറ്റിംഗ് ഹാളുണ്ടായി. നമ്മുടെ സ്കൂളിന് വളരെ മനോഹരമായ ഒരു ലൈബ്രറി ഉണ്ടായി. പൂർവ്വ വിദ്യാർത്ഥികളും നമ്മളോട് സഹകരിക്കുന്ന ആൾക്കാരും കൂടിയിട്ട് നമ്മൾ ഏതായാലും മാഷ് പിരിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പാർക്ക് സ്ഥാപിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർക്ക് 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഫറൂഖ് ഉപജില്ല HM ഫോറത്തിൻ്റെ കൺവീനർ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 2 വർഷക്കാലം മുഹമ്മദ് കുട്ടി മാഷ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്.
ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിലും അതിനെ നയിക്കുന്നതിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള നേതൃപാടവവും ഊർജ്ജസ്വലതയും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മന്ദസ്മിതത്തിൽ കൂടി എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും എന്തിന് മാനേജ്മെന്റിനെയും ഒരേ രീതിയിൽ കൂട്ടി നിർത്തി അതോടൊപ്പം സ്കൂളിൻ്റെ ഉന്നമനത്തിന് കാതലായി പ്രവർത്തിക്കുകയും ചെയ്തു. പല പ്രതിസന്ധികളിലും ആ ഓടി വന്ന് അത് ഡീൽ ചെയ്യുന്നിടത്തുള്ള അദ്ദേഹത്തിൻ്റെ നേതൃപാഠം അതെവിടെയും ആരടാ ഞാനടാ എന്ന് പറയേണ്ടടുത്ത് അത് പറയാനും കുട്ടികളോട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ആ മക്കളോട് എത്രത്തോളം താഴ്ന്നു പെരുമാറാൻ കഴിയുമെന്നുള്ളൂ. സ്കൂളിലെ അധ്യാപകർ തന്നെ വളരെ നന്നായിട്ട് മമ്മൂട്ടി മാഷോട് സഹകരിച്ച് അവരുടെ എല്ലാവിധ കഴിവുകളും സ്കൂളിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഫാറൂഖ് LP സ്കൂളിനുള്ളത്. നമ്മൾ എന്ത് കാര്യം അന്വേഷിച്ച് സ്കൂളിലേക്ക് പാരൻസോ ആര് വരികയാണെങ്കിലും എവിടെയാണോ സംശയം അതൊക്കെ തീർത്തുകൊണ്ടുള്ളൊരു മറുപടിയാണ് മാഷിൽ നിന്നും കിട്ടുന്നത്. പക്ഷേ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റുന്ന പെരുമാറ്റവും ഇടപെടലുമാണ് KMMനെ വേറിട്ട് നിർത്തുന്നത്. നാട്ടുകാർക്കും കുട്ടികൾക്കും എന്തിന് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും മാനേജ്മെൻറ്റിനൊക്കെ വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ നയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ എല്ലാം വിളിച്ചോതുന്നത്. ഞങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളുമായിട്ട് ബന്ധപ്പെടേണ്ടവരാണ്, ബന്ധപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സഹായകമാവുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും സഹായകരമായ പെരുമാറ്റങ്ങളുമാണ്. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, പുതിയ പുതിയ കഥകളും തമാശകളും ഓരോരുത്തരെ പറ്റിയിട്ടും മറ്റൊക്കെ ആയിട്ട് ഓഫീസിൽ വന്നിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചിട്ടും കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യും മുന്നോട്ട് പോകലാണ്. ഇത്രയും വർഷത്തിനടുക്ക് ഒരു ദിവസം പോലും ഞങ്ങൾ ആരുടെയും ശമ്പളം മുടങ്ങിയിട്ടില്ല, ഞങ്ങൾ ആരുടെയും PF മുടങ്ങിയിട്ടില്ല. ആരുടെയും ഏതെങ്കിലും ആവശ്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലക്ക് ആരെങ്കിലും ഒരു പരാതി മാഷ് ഇങ്ങനെ ചെയ്തു അല്ല അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന രീതിയിലുള്ള ഒരിടപെടലും നടത്തേണ്ടി വന്നിട്ടില്ല. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സ്കൂൾ ഫാറൂഖ് LP സ്കൂളായിരിക്കും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നത്. മാത്രമല്ല ഞങ്ങൾ ഒരു സ്കൂള് ഒരു സിനിമ ചെയ്തു. ഇപ്പോഴും സംസ്ഥാനത്തെ പല സ്കൂളുകളിലും ആ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. നമ്മുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നാലും സ്പോർട്സ് രംഗത്തായിരുന്നാലും അതുപോലെ സ്കൂൾ ടൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നാലും എന്നുവേണ്ട അക്കാദമിക മേഖലകളിൽ മാത്രമല്ല അക്കാദമികേതര മേഖലകളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ താല്പര്യത്തിന് വേണ്ടി എല്ലാ അധ്യാപകരും ഒരേ ശ്രേണിയിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു എനർജി അദ്ദേഹം ഇവർക്കൊക്കെ നൽകിയിരുന്നു എന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈമറി അധ്യാപകരാവാൻ പോകുന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നല്ല സഹായം തന്ന് ഞങ്ങളുടെ കുട്ടികളെ മികച്ച അധ്യാപകരായിട്ട് വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്ക് മമ്മൂട്ടി സാർ വഹിച്ചിട്ടുണ്ട്. പല പൂർവ്വ വിദ്യാർത്ഥികളും രാജാ ഹോസ്റ്റൽ സന്ദർശിക്കാൻ വരുമ്പോൾ ആദ്യം പറയുന്ന 1-2 പേരുകളിൽ ഒന്നാണ് മമ്മൂട്ടി മാഷ്. വളരെ കാലം മുതൽ തന്നെ അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ഒരു ടേമിൽ പഞ്ചായത്ത് 5 വർഷം പഞ്ചായത്ത് മെമ്പറായി തന്നെ സേവനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നാട്ടിലായാലും ഒരു മഹല്ല് ഭാരവാഹി എന്നുള്ളവർക്ക് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുന്നത്. അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ കണ്ടത് അദ്ദേഹം നല്ലൊരു കർഷകൻ കൂടിയാണ്. ഒരു ഗ്രാമപ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ നാട്. ആ നാട്ടുകാർക്കിടയിലൊക്കെ എപ്പോഴും സുസ്മേരവദനായി നല്ല ഇടപെടലിലൂടെ ഒരു മനുഷ്യപ്പറ്റുള്ള മനുഷ്യനായി മാറുക എന്നതാണ് അദ്ദേഹം ശീലിച്ചു പോകുന്ന ഒരു രീതി. ഇവിടുത്തെ എല്ലാ സഹോദരങ്ങളും പ്രായ വ്യത്യാസമല്ലേ, ചെറുപ്പം തൊട്ട് മുതിർന്ന പ്രായമുള്ള ആളുകളടക്കം എന്നും രാവിലെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് മെക്സ് 7 ഹെൽത്ത് ക്ലബിൻ്റെ കീഴിലുള്ള എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാഷിൻ്റെ ശ്രമം ചില്ലറയൊന്നുമല്ല. മാഷിൻ്റെ ആ ഒരു ഐക്യ ബോധവും അതുപോലെ തന്നെ എല്ലാവരും ഓർഗനൈസേഷൻ പവർ ഉണ്ടല്ലോ, അത് എല്ലാ തലത്തിലും പ്രകടമാണ്.
ഫറോക്ക് സബ് ജില്ലയിൽ തന്നെ LP വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിച്ചു. അതിന് എൻ്റെ കൂടെ നിന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട എൻ്റെ അതാത് കാലത്ത് വരുന്ന രക്ഷിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വളരെ കൃത്യമായ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിങ്ങനെ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം ഫാറൂഖ് കോളേജ് കുടുംബത്തിലെ ഒരംഗം കൂടെ സർവീസിൽ നിന്ന് താൽക്കാലികമായി വിടവാങ്ങുകയാണ്. വളരെ മനോഹരമായ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാചകക്കാരനെ പോലെ മുഹമ്മദ് മാഷ് ഫാറൂഖ് LP സ്കൂളിലെ വിവിധ കാര്യങ്ങളെയെല്ലാം ചേരുംപടി ചേർക്കേണ്ട വിധം ചേർത്തുകൊണ്ട് ഫാറൂഖ് LP സ്കൂളിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് മാഷ് ഈ 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത ചരിതം തീർത്തിരിക്കുകയാണ്. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നത് കൂടുതൽ ഉത്തരവാദിത്തപരമായിരിക്കണം, ഗൗരവകരമായിരിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഏറ്റവും വലിയ പാഠം. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഇവിടുത്തെ അധ്യാപകർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം നമ്മിൽ നിന്നും പടിയിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് BRC സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായും ഔദ്യോഗികമായും വലിയൊരു വിടവ് തന്നെയാണ് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അദ്ദേഹം പിരിയുന്ന സമയത്ത് ശരിക്കും മനസ്സിൽ വല്ലാത്തൊരു നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെടുക എന്നുള്ളൊരു വിഷമമുണ്ട്. നമ്മളിപ്പോൾ ഒരു ദിവസം ലീവ് ആവുകയാണെങ്കിൽ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വന്നാൽ ചോദിക്കും മാഷ് എന്തുകൊണ്ടാണ് പിന്നെ ടീച്ചർ ഇന്നലെ ലീവായത്, അല്ലെങ്കിൽ മരണമാണെങ്കിൽ പറയും പിന്നെ ആരാണ് മരിച്ചത്. ഇത്രയും നമ്മൾ ഓരോരുത്തരെ കുറിച്ചും മാഷ് നമ്മുടെ കാര്യങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന മാഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം തോന്നുന്നത്. മമ്മൂട്ടി മാഷ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ മികച്ച വിജയം ഒരു അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ അടുത്ത് അറിയുന്ന ഒരാളെന്നുള്ള നിലക്ക്, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അറിയാവുന്ന ഒരാളെന്നുള്ള നിലക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങളെല്ലാം ഇനി വരാൻ പോകുന്ന കാലത്തും എല്ലാവരും ഓർമ്മിക്കും എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് സ്ഥാപനത്തിനുള്ള മാനേജ്മെൻറ്റിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ മറ്റുള്ളവർ ആ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഹൃദയത്തിൽ വെളിച്ചം നിറച്ച് ആ നന്മയുടെ ചിത്രശലഭങ്ങളായി പറന്നുയരണം എന്നുള്ള രീതിയിലുള്ള ഒരു അർത്ഥവത്തായ വാക്ക് അദ്ദേഹം ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിജ്ഞാന വെളിച്ചത്തിന്റെ ഒരു ബിന്ദുവാകാൻ 35 വർഷം മുമ്പ് ഫാറൂഖാബാദിലെത്തിയ ആ രജത ജ്യോതിസ് സ്വന്തം ദൗത്യം പൂർത്തിയാക്കി മറ്റേതോ ദിക്കിലേക്ക് കാലം കാത്തുവെച്ച കർമ്മമണ്ഡലം തേടി യാത്രയാവുകയാണ്. ഒരു നാടും ജനതയും ഹർഷാരവങ്ങളോടെ അയാളെ കാത്തിരിക്കുന്നുവെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം.